വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. സെമസ്റ്റർ 7-ലെത്തിയപ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെ മൈൻഡിലും ഒരു കോമൺ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രോഗ്രാം എലക്റ്റീവായി എന്ത് ചൂസ് ചെയ്യണം, ഓപ്പൺ എലക്റ്റീവായിട്ട് എന്ത് ചൂസ് ചെയ്യണം. അവൈലബിൾ ഓപ്ഷൻസ് പലതരത്തിലുള്ളതുകൊണ്ട് സെലക്ഷൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം. അതുകൊണ്ട് ഈ പ്രസൻറ്റേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എലക്റ്റീവ്സും ഞാൻ ചൂസ് ചെയ്ത എലക്റ്റീവ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെമസ്റ്റർ 7-ൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാം എലക്റ്റീവ് സബ്ജക്ട്സ് ആണ് മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെക്യൂരിറ്റി ഇൻ കമ്പ്യൂട്ടിംഗ്, മോഡൽ ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ് ടോപ്പിക്സ് ഇൻ IA32 ആർക്കിടെക്ചർ, വെബ് പ്രോഗ്രാമിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം എലക്റ്റീവ്സിൽ വരുന്ന ഓപ്ഷൻസ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഡൊമൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം എലക്റ്റീവ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്പൺ എലക്റ്റീവ്സിൽ വരുന്ന ഓപ്ഷൻസ് ആണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് മിറ്റിഗേഷൻ, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്. ഇതെല്ലാമാണ് ഓപ്പൺ എലക്റ്റീവ്സിൽ വരുന്ന ഓപ്ഷൻസ്. ഈ സബ്ജക്ട്സ് ഒക്കെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണെന്ന് കൊടുത്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും നാച്ചുറൽ ഡിസാസ്റ്റർ മിറ്റിഗേഷനും നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സിലും റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുമാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ നിന്നും ഓരോ സ്റ്റുഡൻറ്റ് ഒരു പ്രോഗ്രാം ഇലക്റ്റീവും ഒരു ഓപ്പൺ ഇലക്റ്റീവും സെലക്ട് ചെയ്യണം. ഞാൻ പ്രോഗ്രാം എലക്റ്റീവായി മെഷീൻ ലേണിംഗ് ആണ് ചൂസ് ചെയ്തത്. ഈ സബ്ജക്റ്റിൽ റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ, ന്യൂറൽ നെറ്റ്വർക്ക്സ്, SVM, ക്ലസ്റ്ററിംഗ് എന്ന ടോപ്പിക്സ് എല്ലാം പഠിക്കാനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും മനസ്സിലാക്കാൻ ഈ സബ്ജക്റ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. അതുമാത്രമല്ലാതെ നമ്മളിനി S8-ൽ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോഗ്രാം എലക്റ്റീവിൽ അവിടെ ഡീപ്പ് ലേണിംഗ് ചൂസ് ചെയ്യാൻ പറ്റും. ഈ മെഷീൻ ലേണിങ്ങിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഡീപ്പ് ലേണിങ്ങിലും പഠിക്കാനുണ്ട്. ആ ഒരു ഫ്ലോയും കൂടെ നോക്കിയിട്ടാണ് ഞാൻ മെഷീൻ ലേണിംഗ് ചൂസ് ചെയ്തത്. അതായത് നമ്മൾ S7-ൽ ഓൾറെഡി കമ്പൽസറി ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെഷീൻ ലേണിങ്ങും കൂടെ പഠിക്കുമ്പോൾ നെക്സ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഡീപ്പ് ലേണിങ്ങും കൂടെ കവറായി പോകും. അപ്പോൾ ഒരു ഫ്ലോ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. ഇപ്പം നിങ്ങളിനി പ്രൊജക്റ്റിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും മെഷീൻ ലേണിംഗ് ചൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊജക്റ്റിൽ കുറേ ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്യും. അതിനൊക്കെ പറ്റിയൊരു ഓവർവ്യൂ നിങ്ങൾക്ക് ഈ മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോൾ കിട്ടും. അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് യൂസ്ഫുള്ളാണ്. അതുകൂടെ കൊണ്ടാണ് ഞാൻ മെഷീൻ ലേണിംഗ് ചൂസ് ചെയ്തത്. ഇനി നിങ്ങളുടെ ഇൻട്രസ്റ്റ് വേറെ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സബ്ജക്ട്സ് ചൂസ് ചെയ്യാം. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഈസി ആണെന്ന് ഞാൻ പറയത്തില്ല. കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് മെഷീൻ ലേണിംഗ്. പക്ഷേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോറിലോട്ട് എത്താൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മെഷീൻ ലേണിംഗ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ആ എലക്റ്റീവിൻ്റെ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്കപ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളതാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വെബ് പ്രോഗ്രാമിംഗ് ചൂസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് HTML, CSS, JavaScript അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ മൊത്തം പ്രോഗ്രാമിംഗ് വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചൂസ് ചെയ്യാം. അല്ലാതെ തിയറിയും മാത്സ് പ്രോബ്ലംസും അതുപോലെ തന്നെ ഡെറിവേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളവർക്ക് മെഷീൻ ലേണിംഗ് ചൂസ് ചെയ്യാം. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചൂസ് ചെയ്തത് മെഷീൻ ലേണിംഗ് ആണ്. അതെനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അതായിരിക്കും നല്ലതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഓപ്പൺ എലക്റ്റീവായിട്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ് ചൂസ് ചെയ്തത്. ഈ സബ്ജക്റ്റിൽ എൻവയോൺമെൻറ്റൽ ലോസ്, പൊല്യൂഷൻ കൺട്രോൾ, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇങ്ങനെയുള്ളതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു തിയറി ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ബാക്കിയുള്ള സബ്ജക്ട്സിനെ കമ്പയർ ചെയ്തിട്ട് ഞാൻ ഈ സബ്ജക്റ്റ് മനഃപൂർവ്വമാണ് തിയറി ബേസ്ഡ് ഒരു സിമ്പിൾ സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. കാരണം നമുക്ക് AI അത്യാവശ്യം പഠിക്കാനുള്ള സബ്ജക്റ്റാണ്, മെഷീൻ ലേണിംഗ് അതിലും പഠിക്കാനുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഈ രണ്ട് സബ്ജക്ട്സ് തന്നെ നമുക്ക് അധികം പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത എലക്റ്റീവായിട്ടുള്ള ഓപ്പൺ എലക്റ്റീവ് നിങ്ങൾ ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കരുത്. ഇങ്ങനെ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് വളരെ ഈസിയാണ്, തിയറിയാണ്, നമുക്ക് ലാസ്റ്റ് മിനിറ്റിലായാലും പഠിച്ച് നല്ല സ്കോറിലോട്ട് എത്താൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ EIA ചൂസ് ചെയ്തത്. നമുക്ക് തന്നെ എഴുതാൻ പറ്റും, പക്ഷേ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ മാത്രം മതി. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ എലക്റ്റീവ് ചോയ്സസ് ഷെയർ ചെയ്തു. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്.
ഞാൻ ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് ബെസ്റ്റ് ചോയ്സ് ആകണമെന്നില്ല. ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ സീനിയേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒപ്പീനിയൻസ് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ അവസാനം ഡിസിഷൻ എടുക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്ത് ഫീൽഡിലാണ് നിങ്ങൾ ഫ്യൂച്ചർ കാണുന്നത്, എന്ത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാൻ കംഫർട്ടബിൾ എന്നൊക്കെ ആലോചിച്ച് ചൂസ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ സ്വന്തം ഇൻട്രസ്റ്റും ലേണിംഗ് ഗോളുമാണ്. അതുകൊണ്ട് അഡ്വൈസ് എല്ലാം കൺസിഡർ ചെയ്യുക, പക്ഷേ ഫൈനൽ ചോയ്സ് നിങ്ങളുടേത് മാത്രമായിരിക്കണം. താങ്ക് യു ഓൾ.